ചെയ്യണം. വേദന ഉണ്ട് വയറിൻ്റെ ഉള്ളൊക്കെ. ഈ ഒരു കിടത്തം മാത്രം 24 മണിക്കൂറും. ജുനൈറ, അനക്ക് ഈ ഒരു കിടത്തം മാത്രമുള്ള 24 മണിക്കൂറും ഒന്ന് നീച്ച് വന്ന് പണിയോളം എടുത്തൂടെ അനക്ക്? വെജായിട്ട് വന്ന് ഇരുന്നതാ അമ്മ. എന്താണ് അനക്ക് ഇത്രക്ക് ദണ്ണം? അന്നിച്ച് പറഞ്ഞാട്ടിക്ക. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2-3 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു പള്ളയിലുണ്ടാവലും. ഈ പെരന്റെ ഉള്ളത് പണിയോളൊന്നും എടുക്കാതിരിക്കാനുള്ള എന്റെ അടവല്ല അത്. ഇക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ അങ്ങോട്ട് ആൾക്കാര് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക? ഇത്രക്ക് ക്ഷമയില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? എന്തപ്പോ നിങ്ങളെ കഥ? മറ്റോൾക്കൊരു കുട്ടിയും കൂടി ഇല്ല, ഓൾക്ക് സങ്കടം ആവൂലേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട്? എത്ര കാലായി എന്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ തന്നെ കുട്ടികളൊന്നും വേണ്ട. ഇമ്മ എന്താ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞത് എന്താ, കുട്ടിനെ എന്തായാലും വേണ്ട, ഒഴിവാക്ക. ആൾക്കാരെ കരണേന് മുന്നേ അതാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാ പിന്നെ പ്രശ്നം ഉണ്ടാവൂല. ഒഴിവാക്കേ? എന്താ അമ്മ നിങ്ങളീ പറയണത്? പിന്നെ കാക്കത്തിന് കാലം. ഇനിയിപ്പൊ എന്തായാലും ഓൻ വരണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയാതെ ഓൻ വരൂലല്ലോ. എന്നിട്ടൊക്കെ നോക്കിയാ മതി കുട്ടികളൊക്കെ. എന്താപ്പത്, ഒരു 3 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോത്തിനെന്നെ ധൃതിയേറിയ ഒരു കുട്ടിയാവായിട്ട്. ഇവിടെ 5-6 കൊല്ലായിട്ട് ഓൾക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഓളിത് കണ്ടിട്ട് അത് സങ്കടപ്പെടും. ഇങ്ങനെ കുട്ടിനെ താലോലിക്കണതും അതേപോലെ പള്ളയിൽ ഉണ്ടായിരിക്കണൊക്കെ കാണുമ്പോ എന്റെ കുട്ടിക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഇതെന്തായാലും വേണ്ട. ഒന്നും പറ്റൂല അമ്മ, പറിച്ചോൻ തന്നതാ നിക്കതിന്, ഞാൻ അതിന് കളിയില്ല. എന്താ പറ്റാ? ഈ പേരന്റെ ഉള്ളിൽ ഞാൻ പറയണത് മാത്രം നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇജ്ജ് പറഞ്ഞത് നടത്താനല്ല. അങ്ങനെ നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ എന്റെ പെരേക്ക് പോയിക്കോ, അതാ നല്ലത്. ഇവിടെ നിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് നിക്കണം, അല്ലാത്തവര് ഇവിടെ നിക്കണ്ട. തന്ന കുട്ടിനെ കൊല്ലാനാണല്ലോ ഇമ്മ പറയണത്. താത്താക്കില്ലാന്ന് വിചാരിച്ചിട്ട് ഇക്ക് തന്ന ഭാഗ്യത്തിന് ഞാൻ എങ്ങനെ തട്ടിത്തെറിപ്പിക്ക? ആലോചിക്കാനും കൂടി വെച്ചല്ല പറിച്ചോനെ. ഇമ്മക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത്? ചെയ്യൂല ഞാനത്. ഇക്ക് പടച്ചോൻ തന്നെന്റെ ഭാഗ്യാണ്. അതിന് ഞാൻ ഒരിക്കലും ഇല്ലാതാക്കൂല. ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പടച്ചോൻ തരൂല. ഇക്കറിയാം, ഞാൻ ചെയ്യൂല അത്. പെണ്ണാണല്ലോ. ഹലോ, ഞാൻ ഇപ്പൊ വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കഴിഞ്ഞില്ല. അന്റെ നാത്തൂനിക്ക് പള്ളേരുണ്ടത്ര. ഇന്നലെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞ്. അപ്പൊ അതാണ്ട് കേട്ടേക്കാണ് കിടന്നതാണ് ഓള്. പിന്നെ ഓള് നീച്ചിട്ടില്ല. ഒരു ദണ്ണും കേടൂല്ല, വെറുതെ അഭിനയിച്ച് കിടക്കാണ്. ദണ്ണും കേടില്ലാതല്ല ആശുപത്രിക്ക് പോക്ക്. എന്താ ഡേറ്റ് ഒക്കെ തെറ്റിയിരിക്കണത്ര. അപ്പൊ അത് കാരണം പോയോക്കിയതാണ്. അപ്പോഴാണ് ഇപ്പൊ ഇത് ഉണ്ട് എന്ന് അറിയുന്നത്. ഞാൻ ഓളോട് പറഞ്ഞു തുടക്കല്ലേ, ഇപ്പൊ തന്നെ ഒക്കെ ഇതുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെന്താ പറയാ? നല്ല കാര്യം. ഓൾക്ക് ഇവിടെ പണിയോളം എടുക്കാതിരിക്കാനുള്ള നാടകമാണ് അത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് 2-3 മാസമായിട്ടുള്ളൂ. എല്ലാ പണിയോളും ഓളന്നെയല്ല എടുക്കണത്. ഇനി മുതൽ ഞാൻ തന്നെ എടുക്കണല്ലോ ഇപ്പൊ അതൊക്കെ. ഇന്നെ കൊണ്ടൊന്നും പറ്റൂല ഈ പെരന്റെ ഉള്ളിലത്തെ പണിയോളൊന്നും ഇപ്പൊ തന്നെ ഒന്നും എടുക്കാന്. മോനെ കൊണ്ട് പെണ്ണെട്ടിച്ചത് എന്തിനാ? എനിക്കൊരു തുണക്ക് വേണ്ടിയിട്ടാണ്.
നിന്റെ ഒപ്പം നിന്ന് പണികളെടുക്കാനും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനും അതേപോലെ ഓന്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിട്ട് ഓനെ കൊണ്ട് പെണ്ണെട്ടിച്ചത്. അല്ലാതെ ഇപ്പൊ തന്നെ റെസ്റ്റിലാണ്ട് ഇരിക്കലല്ല. ഇഞ്ഞും പണിയോളൂ ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണ്ടേ? ഇന്നെ കൊണ്ടൊന്നും പറ്റൂല നീ പെരന്റെ ഉള്ളത്തെ പണിയോൾ എടുക്കാൻ. ഇജ്ജ് വരുമൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇജ്ജ് ഇപ്പൊ നിക്കണോടത്താണ് നിന്നോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്. അല്ലാപ്പൊ എന്തെന്നാ പറയാ? ഇജ്ജ് വരണ്ട, എന്തായാലും ഇജ്ജ് വരണ്ട. ഇജിപ്പോ ഓളെ നോക്കണ്ടാന്ന്, ഇജ്ജ് നോക്കണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ നോക്കിക്കൊണ്ട് ഓളെ. അല്ലെങ്കിൽ ഓളെ പെരേക്കാട് പോയിക്കോട്ടെ. ഇജിപ്പോ എന്തായാലും തൽക്കാലം വരുമൊന്നും വേണ്ട. ആ ആയിക്കോട്ടെ, എന്നാല് എനിക്ക് പണികളുണ്ട്. ആ ശരി. ഓളിപ്പോ വന്നിട്ട് ഇവിടെ ഓൾക്ക് ഒരുക്കി കൊടുക്കേ, അതൊന്നും നടക്കണ കാര്യമില്ല. എന്റെ കുട്ടി എത്രയോ കാലായി ഒരു കുട്ടിക്കും വേണ്ടിട്ട് നടക്കണ്. അതിന് ഈ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ പള്ളയിലായിട്ട് അത് ഒരുത്തിരിക്കും. ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയോ അതൊക്കെ, വല്ലാത്തൊരു തലയും. എന്റെ കുട്ടിക്കൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയറ് നിറച്ചിങ്ങനെ ഇരിക്ക. ഞാൻ ഓനെ കൊണ്ട് പെണ്ണെട്ടിച്ചിക്കണ ഇവിടുത്തെ ഈ പെരട്ടുള്ളത്തെ പണിയോട് എടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിനെന്നെ ഇതിപ്പോ റെസ്റ്റ്. ഇനി ഞാൻ തന്നെ പണിയെടുക്ക. എന്തായാലും ഇത് ഞാൻ നടത്തിക്കൂല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ടാറ്. ഓളിപ്പോ അങ്ങനെ ഇരിക്കണ്ടാവും. ജുനൈറ, ഏടി അമ്മത് വരുന്നേ, ഇപ്പൊ വരാ. അടുക്കളയില് 100 കൂട്ടം പണികളുണ്ട്. ആ ചോറൊക്കെ എന്നാണ്ട് ഊറ്റി വെച്ചൂട്. ചോറ് എന്തെടുക്കാണ്? വേങ്ങട് വായോ. എനിക്ക് വെഞ്ഞുമ്മ. എന്തേലും ഇപ്പൊ ഒരു മാർഗം കണ്ടല്ല, പറ്റൂലല്ലോ. നാട്ടുകാരുടെ ഇടയ്ക്കും ഒക്കെ ഞാൻ എങ്ങനെ ഇറങ്ങിയിറക്ക? എന്റെ കുട്ടിക്ക് ഇല്ലാത്ത സൗഭാഗ്യം എന്തായാലും പോയിക്കോ വേണ്ട. എന്തായാലും 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പൊത്തിനൊക്കെ മതി. അപ്പൊത്തിന് ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോളും. എന്തേലും ചെയ്തല്ലാതെ പറ്റൂല. ജുനൈറ, ഇവിടെ ഒന്ന് വന്നാ. എന്തേലും പണി കൊടുത്തില്ലെങ്കിലേ അത് ശരിയാവും. എന്തമ്മ? പിന്നെ ഇത് പോയിട്ട് ആ തൊടു പോയിട്ട് ആ വിറകൊക്കെ ഒന്നുകൊണ്ട് കീറി കൊടുന്ന. അടുപ്പിൽ വെക്കാൻ തീരെ വിറകില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ നഞ്ഞ് പിണ്ടിയാവും ചേച്ചു. ഇജ്ജ് വേഗം ചെല്ലേ. അല്ലമ്മ, എടുത്തുവെച്ച വിറകില്ലേ, അതെടുത്തൂടെ? അത് ശരി. കൊടുന്ന് വെച്ചേന്ന് എടുത്ത് കത്തിക്കല. അതൊക്കെ തീരെ വയ്യാതാവുമ്പോഴൊക്കെ എടുത്ത് കത്തിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ തൊടു കിടക്കണൊക്കെ ആകെ 4 കൊമ്പുണ്ട് കിടക്കണ്. അങ്ങോട്ട് വെട്ടി കയറി ഇങ്ങോട്ട് കൊടുന്ന അടുപ്പിന്റെ അണിയിൽ അവിടെ ഇട്ടാ മതി. എടുത്ത് വെച്ചോന്ന് എടുക്കാൻ ഞാൻ അയക്കൂല. ഞാൻ അത്രയും കരുതിട്ടിട്ട് ഉണ്ടാക്കിയ മുതലാണത്. അതൊന്നും എടുക്കണ്ട. അവിടെ പോയി എടുത്തോടുന്നോ. ആ മടാളുണ്ട് എടുത്തോ. ആ മടാളായിട്ട് പോയിട്ട് വെട്ടിയിട്ട് ആ 4 കൊമ്പ് ഇങ്ങോട്ട് എടുത്തോ എന്റെ. എന്നിട്ട് അടുക്കളയിൽ കൊടുത്തിട്ട് പിന്നെ അതേപോലെ 2 പട്ടയുണ്ട് വെട്ടിയിട്ട് അതും കെട്ടാക്കിയിട്ട് അവിടെ കൊടുന്നൊക്കെ. അത് 2 മതി. കുറച്ച് ദിവസം കത്തിക്കാണ്ടാവും. എടുത്ത് വെച്ച വിറകൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മഴ അടച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ തീരെ വിറകുണ്ടാവൂല. പിന്നെ എടുത്തു കഴിഞ്ഞാല് പിന്നെ നഞ്ഞതൊക്കെ ഊതി ഉണ്ടാക്കേണ്ടി വരും. ഇന്നെ കൊണ്ടൊന്നും പറ്റൂല ഒന്ന് ഊതി ഉണ്ടാക്കാൻ. ഇത് വേഗം ചെല്ലേ. നല്ല വെയിലുണ്ട്. വെയിലൊന്നും കൊള്ളാൻ വെച്ചമ്മ. വെയിലും മഴയും ഒക്കെ കൊള്ളണം. ഈ പള്ളയിലുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഈ ഔത്ത് ഇങ്ങനെ ഇരിക്കല്ലേ ചെജ്ജ. അപ്പൊ കുട്ടിക്ക് തന്നെയാണ് കേട് വരിക. ഈ വെയിലൊക്കെ ഒന്ന് കണ്ട് ആ വയറുമ്പൊക്കെ ഒരു തുള്ളി വെയിലൊക്കെ കൊണ്ടോട്ടെ. എന്നാണ് ചെല്ല്. വെയിൽ കൊണ്ടുവച്ചിട്ട് എന്റെ സൗന്ദര്യം ഇല്ലാതായി പോകുന്നില്ല. നമുക്ക് വെയിലൊന്നും കൊള്ളാൻ പറ്റൂല. വെയിലുണ്ടാ കറുത്തു പോയാലോ. ഇന്ത്യനുള്ളിൽ നിക്കുമ്പോ ഇങ്ങനൊക്കെ തന്നെ നിക്കാൻ പറ്റുള്ളൂ. ഞാൻ അടുത്ത വിറകും ഒക്കെ എടുക്കായിട്ടാ. ഇപ്പൊ കൊടുക്കും ഞാൻ. വാണേ വെട്ടിണ്ടാക്കിയിട്ടൊക്കെ വെച്ചുണ്ടാക്കി തിന്നോട്ടെ. എന്തെങ്കിലും വേണമെന്നുണ്ടെ ഒരു പൊടി കഞ്ഞി വെക്കാനല്ലേ. ആൾക്ക് 2 ആൾക്കൂടി എത്തിച്ചാലും എനിക്ക് കഞ്ഞിയാവും. അവർക്കൊക്കെ തന്നെ 4 നേരം തിന്നണ്ടത്. ആ ഒരു ചെടിയൊക്കെ ആകെ വാടി കിടക്കുന്നുണ്ട്. ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഇനിയിപ്പൊ അവൻ ഞാൻ തന്നെ നനക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തുള്ളി വെള്ളമില്ലൊക്കെ ഉണങ്ങിക്ക്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഓർക്ക് തുന്നും ചെജ്ജാനുള്ള നേരമൊന്നുമില്ല. ഒരു 4 പയറുണ്ടായിരുന്ന സാധനം അതും ഉണക്കി കളഞ്ഞു. ദൂരെ കടന്നുണ്ട്. ഇപ്പൊ നീന്ന് വെട്ടിയിരിക്കുകയാണ്. അനക്ക് എന്താ ഈ ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുത്താല്? ഒന്നല്ലെങ്കിൽ ഞാൻ നട്ടുണ്ടാക്കിയതാന്നുള്ള ബോധെങ്കിലും വേണ്ടേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ചെയ്യാന്. അനക്ക് എന്താ ഒന്ന് ഇത് ചെയ്തു വെച്ചിട്ട് എന്തേലും വരുമോ? അവനാന്റെ പെരന്റെ ഉള്ളത്തെ പണിയോളം അവനാനല്ലാതെ വേറെ ആരപ്പോ വന്ന് എടുക്കുക? ഇതൊക്കെ കണ്ടില്ലേ ആകെ വാടി നിക്കണത്. ഇപ്പോഴാണ് ഒന്ന് ഇങ്ങോട്ട് നീരുന്നത്, ആ വെള്ളം ചെല്ലുമ്പോ. ഒന്നും ചെയ്യണ്ട. ഒരു 2 പയറിന്റെ കൊടി ഉണ്ടായിരുന്നു, അതും പോയി ഉണങ്ങിയിട്ട്. വെറുതെ തിന്നും കുടിച്ചിരിക്ക. ഒരു പള്ളയിലുള്ളൊരു പേരും. ഞാൻ പറഞ്ഞത് പതിരി തമ്പുരാട്ടിക്ക് വാണേ പറ്റിയാ മതി. എന്റെ പെരന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഉള്ള പണികളൊക്കെ എടുക്കേണ്ടി വരും. ഓളെ കൊണ്ട് പണിയെടുപ്പിച്ചു വെച്ചിട്ട് അങ്ങണ്ട് ഇല്ലാതാവൊന്നുമില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. ഇതന്നെ നല്ലത്. ഇതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ അറിയില്ല. വെള്ളം വിചാരിച്ചിട്ടാണ് കുടിച്ചു പോകും. ആ ഒരു ഇതിന്റെ ചൊയല്ലേ ഉണ്ടാവുള്ളൂ. ക്ഷീണത്തിനും അതാണ് പറയാം. ഇജ്ജെപ്പഴാ വന്ന്? ഞാൻ വന്നിട്ട് കൊറേ നേരായി. എന്താ നിങ്ങളെ കയ്യിലത്? ഞാനെന്താ ഓക്ക് ക്ഷീണത്തിനുള്ള വെള്ളം കൊടുക്കാൻ നിക്കുക, അല്ല അപ്പൊ വേറെന്താ? ഞാൻ വെള്ളം ഇങ്ങോട്ട് കാട്ടിക്കാണെങ്കിൽ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടാ വന്നിക്കണ്. ഞാൻ കുടിക്കട്ടെ, തരി. അനക്കൊന്നും കുടിക്കാൻ പറ്റൂല ഈ വെള്ളം. ഇത് പള്ളയിലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രം കുടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങള് ഇവിടെ നിന്ന് കലക്കണ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്. അല്ല, നിങ്ങളെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഇന്നോട് വരണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിക്കണ് എന്തോ ഉടായ്പുണ്ട് ഇതിലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതെ വന്നത്. എന്താ നിങ്ങൾ ചെയ്യണ ഇവിടെ നിന്നിട്ട്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അണക്കില്ലാത്ത സൗഭാഗ്യം ഓൽക്ക് ഉണ്ടാവണോ? ഇജി എത്ര കാലായി ഒരു കുട്ടി ഇല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്നത്? അപ്പൊ അന്റെ മുന്നിൽ ഓലൊരു കുട്ടീനായിട്ട് നടക്കുമ്പോ അണക്ക് എത്ര സങ്കടം ഉണ്ടാവും? ഒരു സങ്കടവും ഉണ്ടാവൂല. അതൊക്കെ ഇജ്ജ് വെറുതെ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അണക്ക് സങ്കടം തന്നെ ഉണ്ടാവുള്ളൂ. അണക്കില്ലാത്ത സൗഭാഗ്യം എന്തായാലും ഓൽക്ക് പാടില്ല. അതന്നെ അത്രക്ക് നിർബന്ധമുള്ളൂ. ഇമ്മ നിക്ക് കുട്ടില്ലാന്ന് വിചാരിച്ചിട്ട് പടച്ചോൻ തന്ന ഒരു ഭാഗ്യത്തിനോട് ഇല്ലാതാക്ക നിങ്ങള്. അല്ല, ഓ നിങ്ങളെ മോനല്ലേ? സെമീർ നിങ്ങളെ മോനല്ലേന്ന് ഞാൻ ചോദിക്കണത്. എന്താ ഓനിക്ക് ഈ പറഞ്ഞ ഭാഗ്യൊന്നും വേണ്ടേ? ഇക്ക് മാത്രം മതി അത്? വെറുതെ കുറച്ചോ എനിക്ക് തരാത്തത്. നിങ്ങൾ ഈ ഒരു കുറ്റും പോലും കാരണം തന്നെയാണ്. നിങ്ങളെ മനസ്സ് ഫുള്ള് ദുഷ്ട മനസ്സാണ്. ഇപ്പൊ ഞാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ പാവത്തിന് കലക്കി കൊടുക്കൂല നിങ്ങള്? അതിന് എത്ര ആഗ്രഹം ഉണ്ടാവും അറിയോ? ഒരു കുട്ടികളില്ലാത്ത പെണ്ണിന്റെ മനസ്സിലത്തെ സങ്കടം എന്താന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. നിങ്ങൾക്ക് ഇന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ ഓനെ പറ്റിട്ട് ചിന്തിക്കാത്തത്? ഓനിക്ക് ഈ പറഞ്ഞ കുട്ടിയൊന്നും വേണ്ടേ? ഓ നിങ്ങളെ മകനല്ലേ? ഈ പെൺമക്കൾക്ക് മാത്രം എല്ലാ ഭാഗ്യം ഉണ്ടാവണം എന്നുള്ളത് ഈ ഇമ്മമാരെ വാശിയാണ്. അത് ആദ്യം നിർത്തണം നിങ്ങൾ.
എന്നാൽ നിങ്ങളെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ലമ്മ. കുട്ടിയില്ല എന്ന് പറയുമ്പോ എന്റെ അമ്മക്ക് എത്ര സങ്കടം ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന ആ ഒരു സങ്കടത്തിന്റെ പുറത്ത് എന്റെ അമ്മ നടക്കണെന്നാ. പക്ഷെ വേറൊരാൾക്ക് നമ്മളെ ഈ പെരന്റെ ഉള്ളിൽ ഒരു ഭാഗ്യം വരുമ്പോ അങ്ങനെ എങ്ങനെ അമ്മ നിങ്ങൾക്ക് കളയാൻ തോന്നണത്? ഞാൻ നിങ്ങളെ മനസ്സ് ഞാൻ പോവാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. ഇജിപ്പോ പോവല്ലേ? 2 ദിവസം നിന്നിട്ട് പോവാ. നിങ്ങൾ നിന്നെ വിളിക്കണ്ടമ്മ, ഞാൻ പോവാ. ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കൂല. ഇങ്ങള് നോക്കും, ഇനി നോക്കും നിങ്ങളോളെ. നിങ്ങൾ ഒന്നും ഇങ്ങോക്ക് നിങ്ങൾ വരുത്തൂല, ഉറപ്പുണ്ട്. നിന്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പടി ഇങ്ങോട്ട് കേറൂല. പിന്നെ നിന്റെ ചോരയിൽ കുട്ടി ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് ആങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ നിന്റെ കുട്ടിയാ. ഈ പെരന്റെ ഉള്ളില് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ അല്ലമ്മ. അതിനെ കൊഞ്ചിച്ചൂടെ? അതിനായിട്ട് നടന്നൂടെ? എന്നൊന്നും അത് ചിന്തിക്കാത്ത ഒരു കുട്ടിയില്ല എന്നുള്ളതിന്റെ വിഷമം അങ്ങനെങ്കിലും മറക്കാലോ. ഇത്രൊരു വൃത്തികെട്ടൊരു മനസ്സുള്ളൊരു ഉമ്മാനാണല്ലോ എനിക്ക് തന്നത്. പക്ഷെ ഇങ്ങനെ ഞാൻ ഇതിന്റെ ഒക്കെ പള്ളയിൽ ജനിച്ചത്. ഞാൻ പോവാ. ആൽറെഡി കോളേജ് എപ്പോഴാ വന്ന്? ഞാൻ ഇതിപ്പോ വന്നിട്ടുള്ളൂ. ഞാൻ പോവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പോവേ. ആന്റി എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോവാടി. എന്തായാലും വന്നതല്ലേ. ഞാൻ വരണ്ട ഒരു ദിവസം. അപ്പൊ ഞാൻ കുറച്ച് ദിവസം നിക്കണം വിചാരിക്കണ്ട്. ഇപ്പൊ എന്തായാലും പറ്റൂല. കാക്കയാണെങ്കിൽ പെട്ടെന്നാ വിളിച്ചത് വേഗം ചെല്ലാൻ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇമ്മ എല്ലാ പണിയോടും കൊടുത്തോളാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വായോന്ന്. ഞാൻ ഇപ്പൊ എന്തായാലും പോട്ടട്ടാ. എന്താ നിങ്ങൾ പാട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലേടി? ആ എന്നാ ഞാൻ പോട്ടെ, ബസ് പോകുമ്പോത്തിനിട്ടാ. ആ ശരി എന്നാ. ആ സംഭവം ഇമ്മോളെന്താ പോണ് വന്നേക്കന്നെ? ആ ഓളോട് ഞാൻ പറഞ്ഞതാ, ഞാൻ നോക്കിക്കൊണ്ട് തന്നെ. ഓൾ എന്നെ നോക്കാൻ വേണ്ടിട്ട് വന്നതാണേ. ഞാൻ നോക്കിക്കൊണ്ടിക്ക് വെക്കും നോക്കാന് പറഞ്ഞു ഞാൻ ഓളോട്. ഇജ്ജ് പോയിട്ട് അവിടെ പോയി കിടന്നോ, ഞാൻ ചെയ്തോളാം പണികളൊക്കെ. വേണ്ടമ്മ, ഞാൻ അടുത്തോളെ പണിയോള്. വേണ്ട ഞാൻ ചെയ്തോണ്ട്. ഇജ്ജ് ചെല്ലേ. നിന്റെ കുട്ടി വേണ്ടി വന്ന് എനിക്ക് ഒന്ന് ബോധം വരാന്. ഉമ്മാടെ കുട്ടി ചെല്ലേ, ഞാൻ ചെയ്തോണ്ട്. കുട്ടി പറഞ്ഞത് ശരിയല്ലേ? ഓന് എന്റെ കുട്ടി തന്നെയല്ലേ. ഞാൻ എന്താ ആലോചിക്കാത്തത്? അല്ലെങ്കിൽ ഈ അമ്മായിമാരൊക്കെ അങ്ങനെ തന്നെ. ആമക്കളെ കാര്യം ചിന്തിക്കൂല, പെമ്മക്കളെ കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. അതും പാകല്ല. അതിനും ഉണ്ടാവില്ല ഒരു കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹമൊക്കെ.